അതിഭീകര കാമുകൻ എന്ന സിനിമയുടെ റിലീസിന് മുന്നോടിയായി കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ നായകനായിട്ടുള്ള ലുക്മാൻ പറയുകയുണ്ടായി, വളർന്നു വരുമ്പോൾ കണ്ടിട്ടുള്ള തരം റൊമാൻറ്റിക് സിനിമകളിലെ പോലെ ഒരു നായകനാവുക എന്ന ആഗ്രഹം കൊണ്ട് കമ്മിറ്റ് ചെയ്ത സിനിമയാണ് ഇത് എന്ന്. സംഭവം സത്യമാണ്. യാതൊരുവിധ ഭാവനയും ഇല്ലാത്ത തരം ഒരു ലവ് സ്റ്റോറിയെ 2 മണിക്കൂർ വലിച്ചു നീട്ടി വെച്ചിരിക്കുന്നതാണ് ഈ ഒരു സിനിമ. ഇന്നേ വരെ കണ്ടിട്ടുള്ള എല്ലാ ക്ലീഷകളും ക്രിഞ്ച് പരിപാടികളും കുത്തിക്കയറ്റിയിട്ടുള്ള ഈ പടം സത്യം പറഞ്ഞാൽ സാമാന്യബോധമില്ലാത്ത ഒരു കലിപ്പനെ ന്യായീകരിക്കാൻ നോക്കുന്നത് പോലത്തെ ഒരു പടമാണ്. ചാലക്കുടി ബിവറേജസ് കോർപ്പറേഷനെ ലുക്മാൻ ഒറ്റയ്ക്ക് തോൽപ്പിക്കുന്ന ഈ തട്ടിക്കൂട്ട് അർജുൻ റെഡ്ഡി കണ്ടു തീർക്കുക എന്ന് പറയുന്നത് നല്ല ക്ഷമയുള്ളവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നായകന്റെ പേര് അർജുൻ എന്നാണ്. +2 കഴിഞ്ഞ് കുറെ കാലം ഒരു പണിക്കും പോകാതെ കളിച്ചു നടന്ന അവനെ കുടുംബത്തിന്റെ ഒരു അഭ്യുദയകാംക്ഷി നിർബന്ധിച്ച് ഡിഗ്രിക്ക് ചേർക്കുന്നു. മനസ്സിലാ മനസ്സോടെ അർജുൻ കോളേജിൽ ചേരുന്നു. കോളേജിൽ ചേർന്നതിന് ശേഷം കൂടെ പഠിക്കുന്ന അനു എന്ന പെൺകുട്ടിയുമായിട്ട് അർജുൻ പ്രണയത്തിലാകുന്നതും അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് നമ്മൾ ഈ പടത്തിൽ കാണുന്നത്. ഒരു പെണ്ണ് സൗഹൃദം കാണിച്ചാൽ അപ്പോൾ തന്നെ അത് പ്രേമമാണെന്ന് തെറ്റിദ്ധരിക്കുക, കാര്യം പറയുമ്പോൾ റിജക്ഷൻ കിട്ടിയാൽ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞ് പെണ്ണിനെ ബ്ലെയിം ചെയ്യുക, അവസാനം അവൾ തേച്ചിട്ട് പോയി എന്ന് പറഞ്ഞ് കരയുക. എല്ലാം കഴിയുമ്പോൾ അവൾ പോയാൽ എന്താ, കൂട്ടുകാരും കുടുംബവും ഉണ്ടല്ലോ എന്ന ലെവലിൽ മാസ് കാണിക്കുക. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മലയാളത്തിൽ ഇറങ്ങിയ കുറേ പടങ്ങൾക്ക് ഈ ഒരു പൊതു സ്വഭാവം ഉണ്ടായിരുന്നു. ആ ഒരു തേപ്പ് ജോണറിന്റെ ക്ഷണിക്കപ്പെടാത്തൊരു തിരിച്ചുവരവാണ് ഒരർത്ഥത്തിൽ അതിഭീകര കാമുകൻ. അടിസ്ഥാനപരമായി നോക്കിയാൽ ഇത് വെറും 20 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന കഥയാണ്. കാരണം നുള്ളിപ്പെറുക്കിയ ഒരു 5 മൊമെന്റുകൾ മാത്രമേ ഈ പടത്തിലുള്ളൂ. ബാക്കിയെല്ലാം വെള്ളമടി സീനുകൾ കുത്തിക്കയറ്റി ഈ സിനിമ ഉണ്ടാക്കിയവർ തിയേറ്ററുകാരെ സഹായിക്കുന്നതാണ്. 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇന്റർവെൽ എന്ന കാർഡിട്ട് പോപ്കോൺ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ഈ പടത്തിന്റെ ഏറ്റവും ശോകമായിട്ടുള്ള ഭാഗം എഴുത്ത് തന്നെയാണ്. പടം തുടങ്ങുമ്പോൾ ആദ്യം കാണുന്ന ഒരു രംഗമാണ് നമ്മുടെ നായകൻ ചെറിയ പിള്ളേരുടെ കൂടെ ക്രിക്കറ്റ് കളിക്കുന്നത്. ഒരാവശ്യവുമില്ലാത്ത ആ ഒരു സീൻ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഇതുപോലെ കോമഡിക്ക് വേണ്ടി കുത്തിക്കയറ്റുന്ന ഇനിയും സീനുകൾ ഇതിൽ വരാനുണ്ട് എന്ന്. എഴുത്തിന്റെ ശോകാവസ്ഥയുടെ മറ്റൊരു തെളിവ് ഇതിലെ അമ്മ കഥാപാത്രമാണ്. 2014 നടക്കുന്ന കഥയാണ് സിനിമയുടേത്. ഇത് നമ്മുടെ നായകന്റെ അമ്മയ്ക്ക് സ്കൂളും കോളേജും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല, ഹോസ്റ്റലും ഹോട്ടലും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. TV-യിൽ കോട്ടയം കുഞ്ഞച്ചൻ കാണുമ്പോൾ പുള്ളിക്കാരി വിചാരിക്കുന്നത് മമ്മൂട്ടിക്ക് ഇപ്പോഴും അതേ പ്രായമാണെന്നാണ്. 2 മണിക്കൂറുള്ള സിനിമയുടെ ഭൂരിഭാഗവും അപക്വമായിട്ട് എഴുതിയിട്ടുള്ള റൊമാൻസ് കാണിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളതെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ബോധം വന്നതുപോലെ അമ്മയെയും സുഹൃത്തുക്കളെയും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ അമ്മ കഥാപാത്രത്തെയും നായകന്റെ സുഹൃത്തുക്കളെയും ഈ സിനിമ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ കിളിച്ചിട്ട മാമ്പഴത്തിലെ ഫസ്റ്റ് നൈറ്റ് സീനാണ് ഓർമ്മ വരുന്നത്. നായിക റിജക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അല്ലേലും നിങ്ങളൊക്കെ സൂപ്പറാ എന്നും പറഞ്ഞ് നമ്മുടെ നായകൻ അമ്മയുടെയും സുഹൃത്തുക്കളുടെയും പുറകെ പോകുന്നത്. ഇതിനു മുന്നേ ലുക്മാനെ വെച്ച് കൊറോണ ദവാൻ എന്ന പടം എടുത്തിട്ടുള്ള CC നിതിനും ഗൗതം താണിയിലുമാണ് ഈ പടം സംവിധാനം ചെയ്തിട്ടുള്ളത്. പ്രണയം തുറന്നു പറയാൻ ബുദ്ധിമുട്ടുള്ള ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു യുവാവിന്റെ പ്രണയ നൈരാശ്യം കാണിക്കുക എന്നതാണ് സിനിമയുടെ ഉദ്ദേശം. സംഭവം ഐഡിയ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ ഇവർക്ക് പടം തുടങ്ങുമ്പോൾ തൊട്ട് തന്നെ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിൽ ഐഡിയ ഒന്നും തന്നെയില്ല. പ്രേമപടം ആയതുകൊണ്ട് ക്രിഞ്ച് സാധനങ്ങൾ ഉണ്ടാകും എന്നൊരു മുൻകൂർ ജാമ്യം ലുക്മാൻ സിനിമയെക്കുറിച്ച് പറഞ്ഞിരുന്നു. കാരണം പ്രേമം അതിന്റെ പേഴ്സണൽ സ്പേസിൽ എപ്പോഴും പൈങ്കിളിയാണ്. പക്ഷേ നായകനെ അമ്മ ഉമ്മ വയ്ക്കുന്നത് കണ്ടിട്ട് നായികയ്ക്ക് ക്യൂട്ടായിട്ട് തോന്നുക, ഷർട്ട് മാറ്റുന്ന സമയത്ത് അത് അമ്മ കഷ്ടപ്പെട്ട് വാങ്ങിയതാണല്ലോ എന്ന് കണ്ണാടിയിൽ റിഫ്ലക്ഷൻ പോലെ നായകന് കാണുക, പിന്നെ ഒന്നിലധികം പാട്ടുകളിൽ പണ്ടത്തെ സിനിമകളിൽ കണ്ടുമടുത്ത പരിപാടി, അതായത് നായികയാണ് എന്ന് വിചാരിച്ച് നായകൻ അമ്മയെയും സുഹൃത്തുക്കളെയും ഉമ്മ വയ്ക്കുകയും ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യുക. ഇങ്ങനെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഈ സിനിമയിലെ കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ ക്രിഞ്ച് എന്ന് വിളിക്കുന്നത് ലേശം കുറഞ്ഞുപോയി എന്നേ പറയാൻ പറ്റൂ. നായകന്റെ പ്രണയ നൈരാശ്യം എടുത്തു വെച്ചിട്ടുള്ളത് തന്നെ അതിദാരുണമാണ്. ഇത്രയും പൊള്ളയായ ഒരു റൊമാൻസിന്റെ പേരിൽ ലുക്മാൻ ഇങ്ങനെ പടത്തിൽ കുടിച്ച് മരിക്കുന്നത് കാണുമ്പോൾ പടം കഴിഞ്ഞിറങ്ങിയാൽ നമുക്കൊരു ഹാങ് ഓവർ തോന്നാൻ സാധ്യതയുണ്ട്. ഈ CC നിതിൻ എന്ന സംവിധായകന് മദ്യവുമായിട്ട് എന്തോ ഒരു അഭേദ്യമായ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. ആദ്യത്തെ പടമായിട്ടുള്ള കൊറോണ ദവാനിൽ ലുക്മാനെ കൊണ്ട് മദ്യം വിതരണം ചെയ്യിപ്പിച്ചു. ഇപ്പോൾ ഈ സിനിമയിൽ ലുക്മാനെ കൊണ്ട് മദ്യം കൺസ്യൂം ചെയ്യിപ്പിച്ചു. ഏതോ പാരലൽ യൂണിവേഴ്സിലുള്ള കോളേജിലാണ് ഈ പടം നടക്കുന്നത്. കോളേജിൽ നിന്ന് ടൂർ പോകുമ്പോൾ നമ്മുടെ നായകൻ കുപ്പി ഇങ്ങനെ കയ്യിൽ പൊക്കിപ്പിടിച്ച് ഫുൾ ടൈം വെള്ളമടിച്ച് നടക്കുകയാണ്. പാൻ്റ് ഇട്ട അയ്യപ്പ ബൈജു എന്ന് തന്നെ പറയാം. പക്ഷേ ആ കോളേജിലെ പ്രൊഫസർമാർക്കൊന്നും അതൊരു വിഷയമേ അല്ല. ഈ പടത്തിലെ 1-2 പാട്ടുകൾ സാമാന്യം രസകരമാണ്. നിർഭാഗ്യവശാൽ ദുരന്തമായിട്ടുള്ള സ്ക്രിപ്റ്റിന് ആ പാട്ടുകളെ വേണ്ട രീതിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. ലുക്മാന്റെ കരിയറിലെ ഏറ്റവും മോശം പെർഫോമൻസുകളിൽ ഒന്ന് തന്നെയാണ് ഈ പടത്തിലുള്ളത് എന്ന് പറയാം. സ്ക്രിപ്റ്റ് മോശമായി പുള്ളി ശ്രമിച്ചു എന്ന് പറയാൻ പോലും തോന്നുന്നില്ല. ഇൻട്രോവേർട്ടിന്റെ നിഷ്കളങ്കത കാണിക്കാൻ നോക്കിയിട്ടുള്ളതൊന്നും അങ്ങോട്ട് വർക്കാകുന്നില്ല. മലപ്പുറം ഡിക്ഷൻ പല സ്ഥലത്തും ഡയലോഗ് ഡെലിവറിയിൽ മുഴച്ചു നിൽക്കുന്നുണ്ട്. ഈ സിനിമയിൽ തന്നെ ഇങ്ങനെ ഒരു ധൈര്യമില്ലാത്തവനാക്കിയത് അമ്മയാണ് എന്ന് വെള്ളമടിച്ച് വീട്ടിൽ കയറി വന്ന് പറയുന്നൊരു സീനുണ്ട്. ഈ പടം OTT-യിൽ വരികയാണെങ്കിൽ ഒരുപക്ഷെ ലുക്മാന് നല്ല രീതിയിൽ ട്രോൾ കിട്ടാൻ സാധ്യതയുള്ള സീനാണത്. അഭിനയിച്ച് കഷ്ടപ്പെടാനൊന്നും ദൃശ്യ രഘുനാഥിന് ഇതിൽ കാര്യമായിട്ടില്ല. കോളേജ് വരാന്തയിലൂടെ പല കളറിലുള്ള ചുരിദാറിട്ട് നടക്കുക, സ്കൂട്ടറും ബൈക്കും ഓടിക്കുക എന്നതിലപ്പുറം കാര്യമായ ഡിമാൻഡുകളൊന്നും ഈ സിനിമ ദൃശ്യയിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല.
കോമഡിക്ക് വേണ്ടി സ്ഥിരം നമ്പറുകൾ തന്നെ അശ്വിൻ വിജയൻ ചെയ്യുന്നുണ്ട്. കാർത്തിക്കിന്റെ ഡെഡ് പാൻ ഡയലോഗ് ഡെലിവറി ചില സ്ഥലങ്ങളിൽ മാത്രമേ കോമഡി ആകുന്നുള്ളൂ. വളരെ സില്ലി ആയിട്ടുള്ള ഒരു റൊമാൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. ഈ പടത്തിലെ ഏറ്റവും ഗ്രാൻഡ് ആയിട്ടുള്ള സീൻ എന്ന് പറയാവുന്ന സീൻ പോലും വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഗ്രാൻഡ്യൂർ ആണ് ഉപയോഗിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം അതിഭീകര കാമുകൻ എടുത്തു വെച്ചിട്ടുള്ളത് അൾട്രാ വൈഡ് ആയിട്ടുള്ള, നമ്മൾ ഈ അടുത്ത് എമ്പുരാനിലൊക്കെ കണ്ടിട്ടുള്ള തരം ആസ്പെക്ട് റേഷ്യോയിലാണ്. ഒരു ആസ്പെക്ട് റേഷ്യോ ഒരു സിനിമയ്ക്ക് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പോലും നോക്കാനുള്ള മിനിമം എഫേർട്ട് പോലും ഇത് ഉണ്ടാക്കിയവർ എടുത്തിട്ടില്ല. നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള നടനാണ് ലുക്മാൻ. ധ്യാൻ ശ്രീനിവാസൻ മാറി നിൽക്കുന്ന ഒഴിവിലേക്കുള്ള ഓഡിഷൻ പോലെ പുള്ളി ചില സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്യുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞ സങ്കടമുണ്ട്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്